ഗോസ്റ്റസ് തിയറത്തിന്റെ മൂന്നാമത്തെ ആപ്ലിക്കേഷനാണ് ഫീൽഡ് ഡ്യൂ ടു എ യൂണിഫോംലി ചാർജഡ് സ്ഫെറിക്കൽ ഷെൽ. അതായത് ഒന്നാമത്തെ ആപ്ലിക്കേഷൻ നമ്മൾ കണ്ടത് ഒരു ലീനിയർ ആയിട്ടുള്ള ഒരു ബോഡിയെ ആയിരുന്നു, ചാർജ് ചെയ്ത് വെച്ചിരിക്കുന്ന ലീനിയർ ആയിട്ടുള്ള ഒരു ബോഡിയെ ആയിരുന്നു, ഒരു വൺ ഡയമെൻഷണൽ ബോഡി. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ നമ്മൾ കണ്ടത് ചാർജ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പ്ലെയിൻ ഷീറ്റിനെ ആയിരുന്നു, ഒരു ടു ഡയമെൻഷണൽ ബോഡി. മൂന്നാമത്തെ ആപ്ലിക്കേഷൻ നമ്മൾ എടുക്കുന്നത് ആരെയാണ്? ഒരു സ്ഫെറിക്കൽ ഷെല്ലിനെ ആണ്, അതായത് ഒരു 3 ഡയമെൻഷണൽ ബോഡി. ആ ഷെല്ല് കാരണം ചാർജ് ചെയ്ത് വെച്ചിരിക്കുന്ന യൂണിഫോംലി ചാർജഡ് ആയിട്ടുള്ള ആ ഷെല്ല് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എത്രയാണ്? ഈ ഒരു കാര്യമാണ് നമ്മൾ മൂന്നാമത്തെ ആപ്ലിക്കേഷൻ്റെ അണ്ടറിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അത് എക്സ്പ്ലെയിൻ ചെയ്യാനായി നമ്മുടെ കയ്യിൽ ഒരു ഷെല്ല് നിർബന്ധമായും വേണം. ഞാനൊരു ഷെല്ലിൻ്റെ ഫിഗർ ഇവിടെ വരച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ യൂണിഫോംലി ചാർജ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സ്ഫെറിക്കൽ ഷെല്ലാണ്. അതിൻ്റെ ഉൾഭാഗം എംപ്റ്റി ആണ്. സാധാരണ ഒരു ഫുട്ബോളിൻ്റെ പോലെയോ അതല്ലെങ്കിൽ ഒരു ടെന്നീസ് ബോളിൻ്റെ ഒക്കെ പോലെ അതിനൊരു സർഫസ് ഉണ്ടായിരിക്കും, പക്ഷേ അതിൻ്റെ ഉൾഭാഗം എംപ്റ്റി ആണ്. ചാർജുകൾ എവിടെ മാത്രം വന്നു നിൽക്കുകയുള്ളൂ? സർഫസിൽ മാത്രമേ വന്നു നിൽക്കുകയുള്ളൂ. അങ്ങനെയെങ്കിൽ പോസിറ്റീവ്ലി ചാർജഡ് ബോഡിയാണ് നമ്മൾ ഈ ഒരു കേസിൽ എടുക്കുന്നത്. ഒരു പോസിറ്റീവ്ലി ചാർജഡ് സ്ഫെറിക്കൽ ഷെല്ലിനെയാണ്. പോസിറ്റീവ് ചാർജുകൾ മുഴുവൻ ആ ഒരു സ്ഫെറിക്കൽ ഷെല്ലിൻ്റെ സർഫസിൽ വന്ന് നിൽക്കുന്നുണ്ട്. ആ ഷെല്ലിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആറുമാണ്. ഇനി ഈ ഒരു ഷെല്ല് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഷെല്ലിന് ഒരു സർഫസ് ചാർജ് ഡെൻസിറ്റി ഉണ്ടായിരിക്കും. ആ സർഫസ് ചാർജ് ഡെൻസിറ്റി ആണ് സിഗ്മ ഇസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ എ. ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആ ഒരു സർഫസിൽ ഉള്ള ടോട്ടൽ ചാർജ്. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ കയ്യിലുള്ള സ്ഫെറിക്കൽ ഷെല്ലിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ. നോക്കാം, ഈ ഒരു ഇക്വേഷനിൽ നിന്ന് ക്യൂ ഇസ് ഈക്വൽ ടു സിഗ്മ എ എന്ന് എഴുതാമോ? അതായത് എ എന്ന് പറയുന്ന ആ ഒരു ഏരിയനെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവന്നാൽ മതി. അങ്ങനെയെങ്കിൽ ക്യൂ ഇസ് ഈക്വൽ ടു സിഗ്മ ഇൻറ്റു എ എന്ന് എഴുതാം. ക്യൂ ഇസ് ഈക്വൽ ടു സിഗ്മ ഇൻറ്റു എ എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു സ്ഫെറിക്കൽ ഷെല്ലിൻ്റെ സർഫസ് ഏരിയ ആണ്. 4π ഇൻറ്റു ക്യാപിറ്റൽ ആർ സ്ക്വയർ ആണ് അവിടുത്തെ സർഫസ് ഏരിയ. അങ്ങനെയെങ്കിൽ ക്യൂവിന് നമുക്ക് സിഗ്മ ഇൻറ്റു 4π ക്യാപിറ്റൽ ആർ സ്ക്വയർ എന്ന് എഴുതാനായി സാധിക്കും. ഇനി 3 കേസുകളാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ അണ്ടറിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. കേസ് 1, സ്മോൾ ലെറ്റർ ആർ ഈസ് ഗ്രേറ്റർ ദാൻ ക്യാപിറ്റൽ ലെറ്റർ ആർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു പോയിന്റ് എടുക്കുന്നു, പി എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ എടുക്കുന്നു. ആ പി എന്ന് പറയുന്ന പോയിന്റ് ഈ ഒരു ചാർജ് ഷെല്ലിൻ്റെ പുറത്താണ്. അതായത് ഈ ഷെല്ലിൽ നിന്ന് r ഡിസ്റ്റൻസ് അകലെയാണ് നമ്മൾ എടുത്തിരിക്കുന്ന പോയിന്റ്. ഇത് ചാർജഡ് ബോഡി ആയതുകൊണ്ട് തീർച്ചയായും അതിന് ചുറ്റും എന്തുണ്ടായിരിക്കും? ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായിരിക്കും. ആ ഇലക്ട്രിക് ഫീൽഡ് പി എന്ന് പറയുന്ന പോയിന്റിൽ ഉള്ള ഇലക്ട്രിക് ഫീൽഡ് എത്രയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. അതിനുവേണ്ടി ഈ പി എന്ന് പറയുന്ന പോയിന്റ് എത്ര ഡിസ്റ്റൻസ് അകലെയാണെന്ന് പറഞ്ഞിരിക്കുന്നു? സ്മോൾ ലെറ്റർ ആർ ഡിസ്റ്റൻസ് അകലെയാണെന്ന് പറഞ്ഞിരിക്കുന്നു. സ്മോൾ ലെറ്റർ ആറും ക്യാപിറ്റൽ ആറും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ആരാണ് വലുത്? സ്മോൾ ലെറ്റർ ആറാണ് വലുത്. അതിൻ്റെ അർത്ഥം എത്രയേ ഉള്ളൂ? നമ്മൾ എടുത്തിരിക്കുന്ന പോയിന്റ് ഈ ഒരു സ്ഫെറിക്കൽ ഷെല്ലിൻ്റെ പുറത്താണ്. അതാണ് കേസ് 1, സ്മോൾ ലെറ്റർ ആർ ഈസ് ഗ്രേറ്റർ ദാൻ ക്യാപിറ്റൽ ലെറ്റർ ആർ. ഇനി പി എന്ന് പറയുന്ന പോയിന്റിൽ എത്രത്തോളം ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഉണ്ടാകും? ആര് കാരണം? ചാർജ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു സ്ഫെറിക്കൽ ഷെല്ല് കാരണം. നമുക്ക് നോക്കാം എത്രത്തോളം ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഉണ്ടാകുമെന്ന്. നമ്മൾ നമ്മുടെ പഴയ ഇക്വേഷനിലേക്ക് തിരിച്ചു പോകുന്നു. ഇലക്ട്രിക് ഫ്ലക്സ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ക്ലോസ്ഡ് ഇൻറ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0. ഇതിൽ ഞാൻ രണ്ടാമത്തെയും മൂന്നാമത്തെയും ടേമിനെ മാത്രമേ എടുക്കുന്നുള്ളൂ. ഇൻറ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഇസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0. ഇനി ഇൻറ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് എന്ന് പറയുന്നത് എന്താണ്? ഇ ഇൻറ്റു ഡി എസ് ഇൻറ്റു കോസീറ്റയാണ്. പി എന്ന് പറയുന്ന പോയിന്റിലെ ആ പോയിന്റിൽ നമ്മൾ എന്ത് വരച്ചിട്ടുണ്ട്? ഒരു ഗോഷിയൻ സർഫസ് വരച്ചിട്ടുണ്ട്. പി എന്ന് പറയുന്ന പോയിന്റിൽ എന്ത് കാണണം? നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കാണണം. ആരെ ഉപയോഗിച്ച് കാണണം? ഗോസസ് തിയറത്തെ ഉപയോഗിച്ച് കാണണം. അതിനുവേണ്ടി പി എന്ന് പറയുന്ന പോയിന്റിൽ കൂടി പോകുന്ന ആരെ കൺസിഡർ ചെയ്യണം? ഒരു ക്ലോസ്ഡ് സർഫസിനെ കൺസിഡർ ചെയ്യണം. ആ ക്ലോസ്ഡ് സർഫസിനെ വിളിക്കുന്ന പേരാണ് ഗോഷിയൻ സർഫസ്. അങ്ങനെയെങ്കിൽ പി എന്ന് പറയുന്ന പോയിന്റിൽ കൂടി കടന്നു പോകുന്ന ഒരു ഗോഷിയൻ സർഫസിനെ ഞാൻ കൺസിഡർ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് മറ്റൊരു സ്ഫിയറാണ്. അതായത് വരച്ചിരിക്കുന്നത് ഒരു സർക്കിൾ പോലെ തോന്നുമെങ്കിലും വിചാരിക്കണം അതൊരു സ്ഫിയറാണ്, വലിയ സ്ഫിയറാണ്. വലിയ സ്ഫിയറിൻ്റെ റേഡിയസ് ആണ് സ്മോൾ ലെറ്റർ ആർ. അതിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്ന ആ ഒരു സ്ഫെറിക്കൽ ഷെല്ലിൻ്റെ റേഡിയസ് ആണ് ക്യാപിറ്റൽ ആർ. പി എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ
പി എന്ന് പറയുന്ന പോയിന്റിൽ കൂടി ആര് പോകുന്നുണ്ട്? ഒരു ഗോഷിയൻ സർഫസ് പോകുന്നുണ്ട്. ആ ഗോഷിയൻ സർഫസിൻ്റെ ഏരിയ വെക്റ്റർ ആ സർഫസിന് പുറത്തേക്കായിരിക്കും. പി എന്ന് പറയുന്ന പോയിന്റ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ പിയിൽ നിന്ന് പുറത്തേക്കായിരിക്കും ആര് പോവുക? അവിടുത്തെ ഏരിയ വെക്റ്റർ പോവുക. അതേപോലെ തന്നെ ഉള്ളിൽ വെച്ചിരിക്കുന്നത് ഒരു പോസിറ്റീവ്ലി ചാർജഡ് ബോഡിയാണ്. അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡും എങ്ങോട്ട് തന്നെയായിരിക്കും പോവുക? പുറത്തേക്ക് തന്നെയായിരിക്കും പോവുക. അതായത് ഇലക്ട്രിക് ഫീൽഡ് ലൈനുകൾ എപ്പോഴും എവേ ഫ്രം പോസിറ്റീവാണ്. അതായത് പി എന്ന് പറയുന്ന പോയിന്റിലെ ഏരിയ വെക്റ്ററും പുറത്തേക്കാണ്, അതേപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡും പുറത്തേക്കാണ്. അതായത് ഇയും ഡി എസും രണ്ടും പുറത്തേക്കായതുകൊണ്ട് ഇയും ഡി എസും തമ്മിലുള്ള ആംഗിൾ 0 ആണ്. ഇ ഇൻറ്റു ഡി എസിന്, ഇ ഡോട്ട് ഡി എസിന് എങ്ങനെ എഴുതാം? ഇ ഇൻറ്റു ഡി എസ് ഇൻറ്റു കോസ് തീറ്റ എന്ന് എഴുതാം. തീറ്റ ഈ കേസിൽ എത്രയാണ്? 0 ആണ്. കോസ് 0 എത്രയാണ്? 1 ആണ്. അങ്ങനെയെങ്കിൽ ഈ ഡോട്ട് ഡി എസ് എന്തായിട്ട് മാറും? ഈ ഡി എസ് കോസ് തീറ്റ, ഈ ഡി എസ് കോസ് 0, ഇ ഇൻറ്റു ഡി എസ് ഇൻറ്റു 1, ഇ ഇൻറ്റു ഡി എസ്. അതായത് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസിന് പകരം നമുക്ക് എന്ത് എഴുതാം? ഇൻ്റഗ്രൽ ഇ ഇൻറ്റു ഡി എസ് എന്ന് എഴുതാം, ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0. കാരണം ഇവിടെ എഴുതിയിട്ടുണ്ട് തീറ്റ 0 ആണ്. ആര് തമ്മിലുള്ള ആംഗിളാണ് തീറ്റ? ഇയും ഡി എസും തമ്മിലുള്ള ആംഗിളാണ്. ഈ ഒരു കേസിൽ ഇയും ഡി എസും പാരലൽ ആയതുകൊണ്ട് അവിടുത്തെ ആംഗിള് 0 ആണ്. ഇനി അടുത്ത ഇക്വേഷൻ നോക്കൂ. ഞാൻ ഈ എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയെ പുറത്തെടുത്തിരിക്കുന്നു. ഇ ഇൻറ്റു ഇൻ്റഗ്രൽ ഡി എസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അതിന് കാരണമുണ്ട്. അതായത് ഈ ഒരു ഗോഷിയൻ സർഫസിൽ ഏതൊക്കെ പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്താലും ആ പോയിന്റിലെ ഒക്കെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി സെയിം ആയിരിക്കും. അതായത് ഇതൊരു ചാർജ് ആണെങ്കിൽ ഈ ചാർജിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസിലാണ് എല്ലാ പോയിന്റുകളും നമുക്ക് എടുക്കാൻ സാധിക്കുമോ? ഈ ഒരു ഗോഷ്യൻ സർഫസ് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഗോഷ്യൻ സർഫസിലേക്ക് ഈ ചാർജിൽ നിന്നുള്ള ഡിസ്റ്റൻസ് സെയിം ആണ്. ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും ആ പോയിന്റിലേക്ക് ഈ ചാർജിൽ നിന്നുള്ള ഡിസ്റ്റൻസ് സെയിം തന്നെയാണ്. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗോഷ്യൻ സർഫസിലെ ഏതൊക്കെ പോയിന്റ് എടുത്തു കഴിഞ്ഞാലും ആ പോയിന്റുകളിലെ ഒക്കെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതുകൊണ്ട് ഇ എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയെ നമ്മളൊരു കോൺസ്റ്റൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. കോൺസ്റ്റൻറ്റിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കോൺസ്റ്റൻറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? പുറത്തേക്ക് എടുക്കുന്നു. ഇ ഇൻറ്റു ഇൻ്റഗ്രൽ ഡി എസ് ഇസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0 എന്ന് എഴുതുന്നു. ഇനി എന്താണ് ഇൻ്റഗ്രൽ ഡി എസ്? അതായത് ഡി എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ ഗോഷ്യൻ സർഫസിൻ്റെ ചെറിയൊരു ഏരിയ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എന്താണ് ഇൻ്റഗ്രൽ ഡി എസ്? ആ ഗോഷ്യൻ സർഫസിൻ്റെ ടോട്ടൽ ഏരിയ ആണ് ഇൻ്റഗ്രൽ ഡി എസ്. ഗോഷ്യൻ സർഫസിൻ്റെ റേഡിയസ് എന്താണെന്ന് ഓൾറെഡി അവിടെ പറഞ്ഞിട്ടുണ്ട്. സ്മോൾ ലെറ്റർ ആർ ആണ് ഗോഷ്യൻ സർഫസിൻ്റെ റേഡിയസ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഏരിയ ഓഫ് ദ ഗോഷ്യൻ സർഫസ് എന്ത് വരും? 4πr² വരും. ശ്രദ്ധിക്കണം, ഇവിടെ r സ്മോൾ ലെറ്റർ ആണ്. ഗോഷ്യൻ സർഫസിൻ്റെ ഏരിയ ആണ്, ടോട്ടൽ സർഫസ് ഏരിയ ആണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇ ഇൻറ്റു ഇൻ്റഗ്രൽ ഡി എസിന് പകരം എന്ത് എഴുതാം? ഇ ഇൻറ്റു ഇൻ്റഗ്രൽ ഡി എസിന് പകരം 4πr² ഈസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0. നമുക്ക് ആവശ്യം ആരെയാണ്? ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ആണ് നമുക്ക് ആവശ്യം. അങ്ങനെയെങ്കിൽ 4πr² നമുക്ക് എന്ത് ചെയ്യാം? വലതു ഭാഗത്തേക്ക് കൊണ്ടുപോകാം. അങ്ങനെയെങ്കിൽ ഇക്വേഷൻ എങ്ങനെ വരും? ഈസ് ഈക്വൽ ടു ഒരു 1, ഇവിടെ ക്യൂ ബൈ എപ്സിലോൺ 0 ഉണ്ട്, 4πr² കൂടി താഴേക്ക് പോകുന്നു. അങ്ങനെയെങ്കിൽ ക്യൂ ഡിവൈഡഡ് ബൈ 4πε0 ഇൻറ്റു r² വരും. ഒന്ന് നമ്മൾ വൃത്തിയിൽ എഴുതി കഴിഞ്ഞാൽ, ഒന്ന് ഭംഗിയിൽ എഴുതി കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഈസ് ഈക്വൽ ടു 1/4πε0 ക്യൂ ഡിവൈഡഡ് ബൈ r². ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു ഇക്വേഷൻ പരിചിതമായിരിക്കും. അതായത് ഒരു ചാർജ് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിക്കുള്ള ഇക്വേഷൻ ആയിരുന്നു 1/4πε0 ഇൻറ്റു ക്യൂ ഡിവൈഡഡ് ബൈ r². നമുക്ക് ഒരു ഷെല്ല് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയും എന്ത് തന്നെ കിട്ടി? ഈസ് ഈക്വൽ ടു 1/4πε0 ക്യൂ ഡിവൈഡഡ് ബൈ r². അതായത് നമ്മൾ എടുക്കുന്ന പോയിന്റ് വളരെയധികം ദൂരെ ആണെങ്കിൽ, ഈ ഒരു ഷെല്ലിൻ്റെ റേഡിയസിനെ അപേക്ഷിച്ച് നമ്മൾ എടുക്കുന്ന പോയിന്റ് വളരെ വളരെ ദൂരെയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ചാർജ് ചെയ്ത് വെച്ചിരിക്കുന്ന ഷെല്ലിനെ വേണമെങ്കിൽ ഒരു പോയിന്റ് ചാർജായി കൺസിഡർ ചെയ്യാം. അതാണ് ഈ റിസൾട്ടിൻ്റെ മീനിങ്. ശരിക്കും ഈ ഒരു ഇക്വേഷൻ ഈ ഒരു ഷെല്ല് കാരണം പി എന്ന് പറയുന്ന പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിക്കുള്ളതാണ്. പക്ഷേ ഈ ഒരു ഇക്വേഷൻ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. എന്താണ്? ഒരു ചാർജ് കാരണം, സിംഗിൾ ചാർജ് കാരണം എത്രത്തോളം ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഉണ്ടാകും. അതിനുള്ള ഇക്വേഷൻ ഇത് തന്നെയായിരുന്നു. ഈസ് ഈക്വൽ ടു 1/4πε0 ക്യൂ ഡിവൈഡഡ് ബൈ r².
ഈ രണ്ട് കാര്യങ്ങളും കൂടി നമ്മളൊന്ന് കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, നമ്മളെടുക്കുന്ന പോയിന്റ് വളരെ വളരെ ദൂരെയാണെങ്കിൽ ഒരു ചാർജർ ഷെല്ലിനെ വേണമെങ്കിൽ എന്തായിട്ട് കൺസിഡർ ചെയ്യാം, ഒരു പോയിന്റ് ചാർജായിട്ട് കൺസിഡർ ചെയ്യാം. ഇനി ഈ ഇക്വേഷൻ തന്നെ നമ്മൾ ഒന്നും കൂടി അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ Q എന്ന് പറയുന്നത് എന്താണ്, ചാർജാണ്. നമ്മൾ ആദ്യമേ പറഞ്ഞു സിഗ്മ എന്ന് പറയുന്നത് സർഫസ് ചാർജ് ഡെൻസിറ്റി ആണ്, ഇക്വേഷൻ Q/A ആണ്. ഇതിൽ നിന്ന് Qന് പകരം എന്ത് എഴുതാം, സിഗ്മ A എഴുതാം. എക്ക് പകരം ഈ ഷെല്ലിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ, അതായത് Q is equal to സിഗ്മ ഇൻറ്റു 4π ക്യാപിറ്റൽ R². ഈ ഒരു ഇക്വേഷനിൽ വേണമെങ്കിൽ Qന് പകരം എന്ത് എഴുതാം, സിഗ്മ ഇൻറ്റു 4π R² എഴുതാം. അങ്ങനെയാണ് ഇക്വേഷൻ എങ്ങനെ മാറും, E is equal to 1/4π എപ്സിലോൺ 0 ഇൻറ്റു സിഗ്മ ഇൻറ്റു 4π R² ഹോൾ ഡിവൈഡഡ് ബൈ R². ഇതിലെന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് 4π ക്യാൻസൽ ചെയ്യാം. ബാക്കി വരുന്ന ടേമുകൾ ഏതൊക്കെയാണ്, E is equal to സിഗ്മ R² ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0 R². അതിൽ E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P എന്ന് പറയുന്ന പോയിന്റിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റി ആണ്. സിഗ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ചാർജർ ഷെല്ലിൻ്റെ സർഫസ് ചാർജ് ഡെൻസിറ്റി ആണ്. ക്യാപിറ്റൽ R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ ഷെല്ലിൻ്റെ റേഡിയസ് ആണ്. എപ്സിലോൺ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്. സ്മോൾ ലെറ്റർ r എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണോ പോയിന്റ് എടുക്കുന്നത് ആ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. ഇതാണ് കേസ് 1, R ഈസ് ഗ്രേറ്റർ ദാൻ R. നമുക്ക് കിട്ടിയ ഇക്വേഷൻ ഇതാണ്, സിഗ്മ R² ബൈ എപ്സിലോൺ 0 R². നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിക്കാം, E ഈസ് ഈക്വൽ ടു 1/4π എപ്സിലോൺ 0 Q ഡിവൈഡഡ് ബൈ R². കേസ് 1ൽ നമ്മൾ പറഞ്ഞത് നമ്മളെടുക്കുന്ന പോയിന്റ് ഈ ഒരു ഷെല്ലിൻ്റെ പുറത്താണെന്നാണ്. അതായത് സ്മോൾ ലെറ്റർ r ഈസ് ഗ്രേറ്റർ ദാൻ ക്യാപിറ്റൽ ലെറ്റർ R. അതായത് നമ്മളെടുക്കുന്ന പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് സ്മോൾ ലെറ്റർ r. നമ്മളെടുക്കുന്ന ഷെല്ലിൻ്റെ റേഡിയസ് ആണ് ക്യാപിറ്റൽ ലെറ്റർ R. നമ്മളെടുക്കുന്ന പോയിന്റ് ഷെല്ലിൻ്റെ പുറത്താണെങ്കിൽ കണ്ടീഷൻ എങ്ങനെ വരും, സ്മോൾ ലെറ്റർ r ഈസ് ഗ്രേറ്റർ ദാൻ ക്യാപിറ്റൽ ലെറ്റർ R. രണ്ടാമത്തെ കേസ് ഇതാണ്, സ്മോൾ ലെറ്റർ r ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ലെറ്റർ R. അതിൻ്റെ അർത്ഥം ഇതാണ്, നമ്മളെടുക്കുന്ന പോയിന്റ് ഈ ഷെല്ലിൽ തന്നെയാണ്. അതായത് ഒരു ഷെല്ലിൻ്റെ സർഫസിൽ നമ്മൾ പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ആ സർഫസിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എത്രയായിരിക്കും, അതാണ് കേസ് 2. ഞാൻ ആദ്യത്തെ കേസിലെ കേസ് 1ലെ രണ്ട് ഇക്വേഷൻസും നമുക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാനായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഒരു r ഡിസ്റ്റൻസ് അകലെയുള്ള ഒരു പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് 1/4π എപ്സിലോൺ 0 Q/R² ആയിരുന്നു. അല്ലെങ്കിൽ അതിനെ Q എന്ന് പറയുന്ന ആ ചാർജിന് നമ്മൾ എന്ത് ചെയ്തു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് വേറൊരു ഇക്വേഷൻ കണ്ടെത്തിയിരുന്നു. അതാണ് സിഗ്മ ക്യാപിറ്റൽ R² ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0 സ്മോൾ ലെറ്റർ R². കേസ് 1ൽ നിന്ന് കേസ് 2 നമുക്ക് ഡിസ്കസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അതായത് സ്മോൾ ലെറ്റർ r ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ലെറ്റർ R. അതായത് ഇവിടെയുള്ള ഈ സ്മോൾ ലെറ്റർ rന് പകരം എന്ത് കൊടുത്താൽ മതി, ക്യാപിറ്റൽ ലെറ്റർ R കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കേസ് 2 ആയി. നോക്കാം, ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഈസ് ഈക്വൽ ടു ഈ ഒരു സ്മോൾ ലെറ്റർ r ന് പകരം എന്ത് കൊടുക്കണം, ക്യാപിറ്റൽ ലെറ്റർ R കൊടുക്കണം. അങ്ങനെയെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ത് വരും, 1/4π എപ്സിലോൺ 0 Q ഡിവൈഡഡ് ബൈ സ്മോൾ ലെറ്റർ r ന് പകരം ക്യാപിറ്റൽ R². ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഓൺ എ ചാർജർ ഷെൽ, ശ്രദ്ധിക്കുക, ഓൺ എ ചാർജർ ഷെൽ ഈസ് ഈക്വൽ ടു 1/4π എപ്സിലോൺ 0 Q ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ R². ഇനി ഈ ഒരു ഇക്വേഷനാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യണം, സ്മോൾ ലെറ്റർ r ന് പകരം എന്ത് കൊടുക്കണം, ക്യാപിറ്റൽ R കൊടുക്കണം. അതായത് ഡിനോമിനേറ്ററിലുള്ള സ്മോൾ ലെറ്റർ R² പകരം ക്യാപിറ്റൽ R² കൊടുക്കണം. എന്ത് മാറ്റം സംഭവിക്കും, E ഈസ് ഈക്വൽ ടു സിഗ്മ ക്യാപിറ്റൽ R² ഡിവൈഡ് ബൈ എപ്സിലോൺ 0 ഇൻറ്റു ക്യാപിറ്റൽ R². ഈ രണ്ട് R²കളും ഇവിടെ നിന്ന് ക്യാൻസൽ ചെയ്തു പോയി. ബാക്കി നമുക്ക് എന്ത് മാത്രമേ കിട്ടുള്ളൂ, സിഗ്മ ഡിവൈഡ് ബൈ എപ്സിലോൺ 0 മാത്രമേ കിട്ടുകയുള്ളൂ. നോക്കാം, ഈ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി on the surface of a charged shell is equal to sigma divided by epsilon 0. ഫൈനൽ ഇക്വേഷൻ താഴേക്ക് എടുത്ത് എഴുതിയിട്ടുണ്ട്, E ഈസ് ഈക്വൽ ടു സിഗ്മ ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0. സിഗ്മ എന്ന് പറയുന്നത് ആ ചാർജർ ഷെല്ലിൻ്റെ സർഫസ് ചാർജ് ഡെൻസിറ്റിയാണ്. എപ്സിലോൺ 0 എന്ന് പറയുന്നത് പെർമിറ്റിവിറ്റിയുമാണ്. ഇതാണ് കേസ് 2, സ്മോൾ ലെറ്റർ r ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ലെറ്റർ R. ദെൻ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഈക്വൽ ടു 1/4π എപ്സിലോൺ 0 Q/R². or which is equal to sigma divided by epsilon 0. കേസ് 1ൽ നമ്മൾ പറഞ്ഞത് നമ്മുടെ പോയിന്റ് ആ ഒരു സ്ഫെറിക്കൽ ഷെല്ലിൻ്റെ പുറത്തായിരുന്നു. കേസ് 2ൽ പറഞ്ഞത് നമ്മളെടുക്കുന്ന പോയിന്റ് എക്സാക്ട്ലി ആ സർഫസിൽ ആയിരുന്നു.
മൂന്നാമതായിട്ട് കേസ് 3 സ്മോൾ ലെറ്റർ ആർ ഈസ് ലെസ് ദാൻ ആർ. അതായത് ഇപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്ന പോയിന്റ് നമ്മുടെ കയ്യിലുള്ള ഷെല്ലിൻ്റെ ഉള്ളിലാണ്. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതാണ് ഷെല്ല് ഞാൻ അല്പം വലുതാക്കി വരച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ചാർജർ ഷെല്ല്. അതിൻ്റെ ഉള്ളിലാണ് ഞാനൊരു പോയിന്റ് എടുക്കുന്നത്. അതായത് പി എന്ന് പറയുന്ന പോയിന്റ് നമ്മുടെ ചാർജർ ഷെല്ലിൻ്റെ ഉള്ളിലാണ്. ആ പി എന്ന് പറയുന്ന പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ടാർഗറ്റ്. നോക്കാം, ആ പി എന്ന് പറയുന്ന പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഗോസസ് തിയറം വെച്ച് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ആ പിയുമായി ബന്ധപ്പെട്ട ഒരു ഗോഷ്യൻ സർഫസ് നമ്മൾ വരയ്ക്കണം. ഞാൻ വരച്ചിട്ടുണ്ട്. ഈ ഡോട്ടഡ് ലൈനാണ് നമ്മുടെ ഗോഷ്യൻ സർഫസ്. അതിൻ്റെ റേഡിയസ് സ്മോൾ ലെറ്റർ ആറുമാണ്. ശ്രദ്ധിക്കണം, ഇവിടെ നമ്മുടെ കയ്യിലുള്ള ഷെല്ലിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ ആറും ഈ ഗോഷ്യൻ സർഫസിൻ്റെ റേഡിയസ് സ്മോൾ ലെറ്റർ ആറുമാണ്. കേസ് 3 എന്ന് പറയുന്നത് ഗോഷ്യൻ സർഫസിൻ്റെ റേഡിയസ് ഈ ഷെല്ലിൻ്റെ റേഡിയസിനേക്കാളും കുറവാണ്. സ്മോൾ ലെറ്റർ ആർ ഈസ് ലെസ് ദാൻ ക്യാപിറ്റൽ ലെറ്റർ ആർ. ഇനി നമ്മൾ നമ്മുടെ പഴയ ഇക്വേഷനിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ അതേപോലെ പഴയ ഇക്വേഷനിൽ നിന്ന് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇലക്ട്രിക് ഫ്ലക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഇസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0. ഞാൻ രണ്ടാമത്തെയും മൂന്നാമത്തെയും ടേം മാത്രമേ എടുക്കുന്നുള്ളൂ. അതെടുക്കുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ചാർജുകൾ എവിടെ മാത്രമേ റിസൈഡ് ചെയ്യുകയുള്ളൂ? ഒരു ബോഡിയുടെ സർഫസിൽ മാത്രമേ ചാർജുകൾ വന്ന് നിൽക്കുകയുള്ളൂ. ഇതൊരു ഷെല്ലാണ്. അതായത് അതിൻ്റെ ഉൾഭാഗത്ത് യാതൊന്നും തന്നെ ഇല്ല. ഒരു ഫുട്ബോൾ പോലെ, ഒരു ടെന്നീസ് ബോൾ പോലെയാണ് നമ്മുടെ ഈ ഒരു കണ്ടക്റ്റിംഗ് ഷെല്ല് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഉൾഭാഗത്ത് ഒന്നും തന്നെ ഇല്ല, വാക്കൻ്റ് ആണ്. ഒരുപക്ഷെ എയർ ആയിരിക്കും, അതല്ലെങ്കിൽ വാക്വമാണ്. ഇനി ആ ഒരു ഷെല്ലിൻ്റെ പുറമേ, അതായത് സർഫസിൽ മാത്രമേ എന്ത് വന്ന് നിൽക്കുന്നുള്ളൂ? ചാർജുകൾ വന്ന് നിൽക്കുന്നുള്ളൂ. പി എന്ന് പറയുന്ന പോയിന്റ് ആ ഒരു ഷെല്ലിൻ്റെ ഉള്ളിലായതുകൊണ്ട് പി എന്ന് പറയുന്ന പോയിന്റിൽ എന്തുണ്ടായിരിക്കില്ല? ചാർജുകൾ ഒന്നും തന്നെ ഉണ്ടായിരിക്കുകയില്ല. അതായത് ക്യൂവിൻ്റെ വാല്യൂ 0 ആണ്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെയും മൂന്നാമത്തെയും ടേം ഞാൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ ടേമിന് എനിക്ക് എങ്ങനെ എഴുതാം? ഇ ഡോട്ട് ഡി എസിന് എങ്ങനെ എഴുതാം? ഇ ഡി എസ് കോസ് തീറ്റ എന്ന് എഴുതാം. ഇൻ്റഗ്രൽ ഇ ഡി എസ് കോസ് തീറ്റ ഇസ് ഈക്വൽ ടു ക്യൂ എന്തായിട്ട് പോയി? 0 ആയിട്ട് പോയി. കാരണം എന്താണ്? ഒരു ബോഡിയെ നമ്മൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ചാർജുകൾ എവിടെ മാത്രമേ വന്ന് നിൽക്കുള്ളൂ? അതിൻ്റെ സർഫസിൽ മാത്രമേ വന്ന് നിൽക്കുകയുള്ളൂ. നമ്മൾ ആ സർഫസിൻ്റെ ഉള്ളിലാണ് പോയിന്റ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഉള്ളിലുള്ള പോയിന്റിൽ എന്തുണ്ടായിരിക്കില്ല? ചാർജ് ഒന്നും തന്നെ ഉണ്ടായിരിക്കുകയില്ല. അങ്ങനെയാണെങ്കിൽ ക്യൂവിന് 0 കൊടുക്കാം. റൈറ്റ് സൈഡ് 0 ആയി പോയും. ബാക്കി കിട്ടുന്ന ഇക്വേഷൻ ഇൻ്റഗ്രൽ ഇ ഡി എസ് കോസ് തീറ്റ ഈസ് ഈക്വൽ ടു 0 എന്നാണ്. ഇനി തീറ്റ എന്താണ്? ഇലക്ട്രിക് ഫീൽഡും ഡി എസും തമ്മിലുള്ള ആംഗിളാണ്. ഇതാണ് നമ്മുടെ ഗോഷ്യൻ സർഫസ്. സർഫസിൽ നിന്ന് പുറത്തേക്കായിരിക്കും നമ്മുടെ ഏരിയ വെക്ടർ പോകുന്നത്. ഇതാണ് നമ്മുടെ ചാർജ് ചെയ്ത് വെച്ചിരിക്കുന്ന ഷെല്ല്. അതിൽ നിന്ന് പുറത്തേക്ക് തന്നെയായിരിക്കും ഇലക്ട്രിക് ഫീൽഡും പോകുന്നത്. ഈ കേസിലും ഇലക്ട്രിക് ഫീൽഡും ഏരിയ വെക്ടറും തമ്മിലുള്ള ആംഗിൾ എത്ര തന്നെയാണ്? 0 തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഡി എസ് കോസ് തീറ്റയിലെ തീറ്റ 0 ആയി പോകുന്നു. കോസ് 0 1 ആകുന്നു. അങ്ങനെയാണെങ്കിൽ ഇ ഡി എസ് കോസ് തീറ്റ എനിക്ക് ഇ ഡി എസ് എന്ന് മാത്രമായി എഴുതാനായി സാധിക്കും. ഇൻ്റഗ്രൽ ഇ ഡി എസ് ഇസ് ഈക്വൽ ടു 0. റൈറ്റ് സൈഡ് പഴയതുപോലെ തന്നെ. ഇനി നമ്മൾ പണ്ട് ചെയ്യാറുള്ളത് പോലെ, മുമ്പിലത്തെ ടോപ്പിക്കുകൾ ചെയ്യാറുള്ളത് പോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റിയെ നമ്മളൊരു കോൺസ്റ്റൻ്റ് ആക്കി എടുക്കുന്നു. അതായത് ഈ ഒരു ഏതൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാലും ആ പോയിന്റിലെ മുഴുവൻ, ആ സർഫസിലെ, ഈ ഗോഷ്യൻ സർഫസിലെ ഏതൊക്കെ പോയിന്റുകൾ എടുത്തു കഴിഞ്ഞാലും ആ പോയിന്റുകളിലെ മുഴുവൻ ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റി കോൺസ്റ്റൻ്റ് ആണെന്ന് നമ്മൾ കരുതി ആ ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റിയെ നമ്മൾ ഇൻ്റഗ്രേഷൻ്റെ പുറത്തേക്ക് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇൻ്റഗ്രൽ ഈ ഡി എസ് എന്ന് പറയുന്നത് ഇ ഇൻറ്റു ഇൻ്റഗ്രൽ ഡി എസ് ഈക്വൽ ടു 0 ആയിട്ട് മാറുന്നു. ഇനി എന്താണ് ഇൻ്റഗ്രൽ ഡി എസ്? ആ ഗോഷ്യൻ സർഫസിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ ആണ് ഇൻ്റഗ്രൽ ഡി എസ്. അത് എത്രയാണ്? 4πr² ആണ്. അതായത് നമ്മൾ ഗോഷ്യൻ സർഫസ് എടുത്തിരിക്കുന്നത് ഒരു സ്ഫിയറിനെ തന്നെയാണ്. ഒരു സ്ഫിയറിൻ്റെ സർഫസ് ഏരിയ 4πr² ആണ്. ഇവിടെ ഗോഷ്യൻ സർഫസ് ഒരു സ്ഫിയർ ആണ്, ഒരു സ്ഫെറിക്കൽ ഷേപ്പാണ്. അതിൻ്റെ റേഡിയസ് സ്മോൾ ലെറ്റർ ആറുമാണ്. അങ്ങനെയാണെങ്കിൽ ഇൻ്റഗ്രൽ ഡി എസ് 4πr² വരും. അതായത് ഇ ഇൻറ്റു 4πr² ഈസ് ഈക്വൽ ടു 0. ഈ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ ആർ എന്ന് പറയുന്നത് ഒരിക്കലും 0 ആയിരിക്കില്ല. അതായത് ആറിന് കൃത്യമായിട്ടൊരു വാല്യൂ ഉണ്ട്. 4 എന്ന് പറയുന്നത് എന്താണ്? ഒരു ഡിജിറ്റ് ആണ്. അതും ഒരിക്കലും 0 അല്ല. പൈ എന്ന് പറയുന്നത് എന്താണ്? ഒരു കോൺസ്റ്റൻ്റ് ആണ്. 3.14 എന്ന് വാല്യൂ ഉള്ള ഒരു കോൺസ്റ്റൻ്റ് ആണ് പൈ. അതായത് 4 ഒരിക്കലും 0 ആവുകയില്ല, പൈ ഒരിക്കലും 0 ആകില്ല. തന്നിരിക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ ആറും ഒരിക്കലും 0 ആയിരിക്കില്ല.
അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ ഈ നിർബന്ധമായും എത്രയായിരിക്കണം? 0 ആയിരിക്കണം. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ടക്റ്റിംഗ് ബോഡിയുടെ ഉള്ളിൽ നമ്മളൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ആ ഉള്ളിലെ ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റി എത്രയായിരിക്കും? 0 ആയിരിക്കും. ഇതാണ് കേസ് 3. കേസ് 3 എന്ന് പറയുന്നത് R ലെസ് ദാൻ R ആണ്. ദാറ്റ് ഈസ് സ്മോൾ ലെറ്റർ r ഈസ് ലെസ് ദാൻ ക്യാപിറ്റൽ ലെറ്റർ R. നമ്മൾ എടുക്കുന്ന പോയിന്റ് ചാർജഡ് ബോഡിയുടെ ഉള്ളിലാണ്. ഉള്ളിലുള്ള ഒരു പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റി എത്രയായിരിക്കും? 0 ആയിരിക്കും. ഗോസസ് തിയറത്തിന്റെ മൂന്നാമത്തെ ആപ്ലിക്കേഷൻ ആയിരുന്നു ഫീൽഡ് ഡ്യൂ ടു എ യൂണിഫോംലി ചാർജഡ് സ്ഫെറിക്കൽ ഷെൽ. അതിൽ തന്നെ നമ്മൾ 3 ഡിഫറെൻറ്റ് കേസുകൾ പരിചയപ്പെട്ടു. കേസ് 1 എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന പോയിന്റ് ഷെല്ലിൻ്റെ പുറത്തായിരുന്നു. ആ സമയത്ത് നമുക്ക് കിട്ടിയ ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റി 1/4πε0 Q ഡിവൈഡഡ് ബൈ സ്മോൾ ലെറ്റർ r സ്ക്വയർ or it is equal to sigma capital R square divided by epsilon 0 small letter r square. അതായിരുന്നു കേസ് 1. രണ്ടാമത്തെ കേസിൽ നമ്മൾ പോയിന്റ് എവിടെ എടുത്തു? ആ സർഫസിൽ തന്നെ എടുത്തു. നമ്മൾ ചാർജ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഷെല്ലിൻ്റെ സർഫസിൽ തന്നെ നമ്മൾ പോയിന്റ് എടുത്തു. അതായത് സ്മോൾ ലെറ്റർ r is equal to capital letter R. അങ്ങനെയുള്ള അവസ്ഥയിൽ നമുക്ക് കിട്ടിയ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിക്കുള്ള ഇക്വേഷൻ ആയിരുന്നു 1/4πε0 ഇൻറ്റു Q ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ R സ്ക്വയർ ഓർ ഇറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ ഡിവൈഡഡ് ബൈ ε0. കേസ് 3 എന്തായിരുന്നു? നമ്മൾ എടുക്കുന്ന പോയിന്റ് ആ ഒരു ചാർജർ ഷെല്ലിൻ്റെ ഉള്ളിലായിരുന്നു. അവസാനം നമ്മൾ പ്രൂവ് ചെയ്തു അതിൻ്റെ ഉള്ളിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഒന്നും തന്നെ ഇല്ല. ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു 0. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയും ആ ഒരു ഡിസ്റ്റൻസും തമ്മിൽ ഒരു ഗ്രാഫ് വരയ്ക്കാൻ പോവുകയാണ്. ഗ്രാഫ് ബിറ്റ്വീൻ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ആൻഡ് ദ ഡിസ്റ്റൻസ്. അതിനുവേണ്ടി നമ്മുടെ പഴയ ആ ഒരു സ്ഫിയറിനെ ഞാൻ തിരിച്ചു വിളിക്കുകയാണ്. ഇതാണ് നമ്മുടെ സ്ഫിയർ എന്ന് വിചാരിക്കുക. അതായത് ഗോഷ്യൻ സർഫസ് അല്ല, നമ്മൾ ചാർജ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ഫെറിക്കൽ ഷെൽ. അതിൻ്റെ ഉള്ളിൽ ഷെല്ലിൻ്റെ ഉൾഭാഗത്ത് ഇലക്ട്രിക് ഫീൽഡ് ഒന്നും തന്നെ ഇല്ല എന്ന് പറഞ്ഞു. ആ ഒരു ഷെല്ലിൻ്റെ സർഫസിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റിയാണ് σ/ε0. സർഫസിൽ നിന്ന് പുറത്തേക്ക് പോകുന്തോറും ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റിക്കുള്ള ഇക്വേഷൻ 1/4πε0 Q ഡിവൈഡഡ് ബൈ R സ്ക്വയർ എന്ന് മാറും. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ 3 റീജിയൻ നമുക്ക് കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. ഒന്ന്, ഈ ഒരു ഒറിജിൻ മുതൽ ഈ ഒരു പോയിന്റ് വരെ. ഈ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ എവിടെയാണ് ഇരിക്കുന്നത്? ഈ ഒരു സ്ഫിയറിൻ്റെ, ഈ ഒരു സ്ഫെറിക്കൽ ഷെല്ലിൻ്റെ സർഫസ് ആണ് ഈ ഒരു പോയിന്റ്. O മുതൽ ഈ ഒരു പോയിന്റ് വരെ ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റി എത്രയാണ്? 0 ആണ്. അതായത് സ്മോൾ ലെറ്റർ r ഈസ് ലെസ് ദാൻ ക്യാപിറ്റൽ ലെറ്റർ R. ഈ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? സ്മോൾ ലെറ്റർ r ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ലെറ്റർ R. അതായത് നമ്മൾ എടുക്കുന്ന പോയിന്റ് ഓൺ ദ സർഫസ് ആണ്. ആ ഒരു സമയത്ത് ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റി എത്രയായിരിക്കും? 1/4πε0 Q ബൈ R സ്ക്വയർ ഓർ സിഗ്മ ഡിവൈഡഡ് ബൈ ε0 ആയിരിക്കും. അതിൻ്റെ അപ്പുറത്തേക്കുള്ള റീജിയൻ ഏതാണ്? സ്മോൾ ലെറ്റർ r ഈസ് ഗ്രേറ്റർ ദാൻ ക്യാപിറ്റൽ ലെറ്റർ R. അതായത് നമ്മുടെ ആദ്യത്തെ കേസ് ഇക്വേഷൻ ഇതാണ് 1/4πε0 Q ഡിവൈഡഡ് ബൈ R സ്ക്വയർ. റീജിയൻ 1 എടുക്കാം. അതായത് ഈ O മുതൽ ഈ ഒരു പോയിന്റ് വരെ ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. എക്സാക്ട്ലി ആ ഒരു സർഫസിൽ നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിക്ക് മാക്സിമം വാല്യൂ ആണ് ഉള്ളത്. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിക്ക് മാക്സിമം വാല്യൂ ആണ് ഉള്ളത്. എവിടെയാണ്? ഈ ഒരു സ്ഫെറിക്കൽ ഷെല്ലിൻ്റെ സർഫസിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഞാനിവിടെ ഒരു പോയിന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു സർഫസിൽ നിന്ന് പുറത്തേക്ക് പോകുന്തോറും ഡിസ്റ്റൻസ് സ്മോൾ ലെറ്റർ r ഇൻക്രീസ് ചെയ്യും. അതിനനുസരിച്ച് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡിക്രീസ് ചെയ്യും. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയും R സ്ക്വയറും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതിനനുസരിച്ച് R കൂടുന്നതിനനുസരിച്ച് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ത് ചെയ്യും? കുറഞ്ഞു വരും. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു ഗ്രാഫ് ഒരിക്കലും എവിടെ മുട്ടുകയില്ല? ഈ ഒരു എക്സ് ആക്സിസിൽ മുട്ടുകയില്ല. കാരണം R എപ്പോഴാണ് ഇൻഫിനിറ്റി ആകുന്നത് അവിടെ മാത്രമേ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി 0 ആവുകയുള്ളൂ. ഇതാണ് ഗ്രാഫ് ബിറ്റ്വീൻ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ആൻഡ് ദ ഡിസ്റ്റൻസ്. ഒരു കേസിലാണ് ഗോസസ് തിയറത്തിൻ്റെ മൂന്നാമത്തെ ആപ്ലിക്കേഷനിൽ. അതായത് സർഫസിൻ്റെ ഉള്ളിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി 0 ആണ്. ഓൺ ദി സർഫസ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി മാക്സിമം ആണ്. സർഫസിൽ നിന്ന് പുറത്തേക്ക് പോകുന്തോറും ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കുറഞ്ഞു വരും.